ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കാം ആൻഡ് ക്വയറ്റായിട്ട് അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു ഫാമിലേക്കാണ്. റീൽസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരും ഫോട്ടോഷൂട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ പറ്റിയ ഒരു ഫാമാണ്. നല്ല അറ്റ്മോസ്ഫിയറാണ്, നല്ല ഭംഗിയാണ് കാണാൻ. കുഞ്ഞുങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കുറച്ച് ആനിമൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഐസ് സ്കേറ്റിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അത് തുടങ്ങിയിട്ടില്ല, ഉടനെ തുടങ്ങും. അതിൻ്റെ പ്രിപ്പറേഷൻസിലും കാര്യങ്ങളിലും ഒക്കെയാണ് അവർ. പോണി ആൻഡ് ഹോഴ്സ് റൈഡ് ഒക്കെ ഉണ്ട് ഇവിടെ. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, നല്ല ഭംഗിയാണ്. ഓരോ വഴികളും കാണാൻ നല്ല മനോഹരമാണ്. നല്ലൊരു നഴ്സറിയും ഗാർഡനും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അത്യാവശ്യ റൈഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. ഒരുപാട് റൈഡും കാര്യങ്ങളും മറ്റുള്ള ആക്ടിവിറ്റീസും എല്ലാം അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അവിടെ. കുഞ്ഞു കൈസൂട്ടന് മാക്സിമം അവർ അടിച്ചു പൊളിച്ചു. നമ്മൾ ഒരു ഡെസേർട്ട് യാത്രയ്ക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഫാം കണ്ടപ്പോൾ നമ്മൾ കയറിയതാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു സൂല് പോയില്ലേ, അവിടത്തേനേക്കാളും ആനിമൽസും ബേർഡ്സും എല്ലാം ഇവിടെ ഉണ്ട്, നിറയെ ഉണ്ട്. കുവൈറ്റിലുള്ളവർക്ക് ഈ വിൻ്റർ സമയം ഒരു ദിവസം ഫുള്ള് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഫാമാണ്. ഞാൻ പറഞ്ഞറിയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ കണ്ടറിയുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വന്ന് ആസ്വദിക്കുക. ഇതെവിടാണെന്നല്ലേ, നമ്മുടെ വഫ്രയിലുള്ള ദാർ അൽ മറാഫി ഫാമാണിത്. നമ്മൾ പോകുന്ന ടൈം തികച്ചും എൻട്രൻസ് ഫീ ഫ്രീ ആയിരുന്നു. ലാസ്റ്റ് ഇയറൊക്കെ അഡൽട്സിന് 2KD ആണ് വാങ്ങിക്കൊണ്ടിരുന്നത്, കുട്ടികൾക്ക് ഫ്രീയുമായിരുന്നു. നമ്മൾ പോകുന്ന ടൈമൊന്നും എൻട്രൻസ് ഫീ ഒന്നും ഇല്ലായിരുന്നു. 2KD അവർ വാങ്ങിച്ചാലും അത് നമുക്ക് റെഡീം ചെയ്യാമായിരുന്നു. ഉള്ളിൽ നിന്ന് എന്താ പറയുക, ഫുഡ് ഐറ്റംസും വെജിറ്റബിൾസും ഒക്കെ വാങ്ങിയാൽ മതിയായിരുന്നു. ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണോ എന്നറിയില്ല. ഇനിയിപ്പോൾ ക്യാഷ് വാങ്ങുമോയെന്നും അറിയില്ല. മക്കാവു, കങ്കാരു, ഡിയർ, ക്യാമൽ, ഓസ്ട്രിച്ച്, ആട്, അങ്ങനെ കുറേ ബേർഡ്സും ആനിമൽസും ഉണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാവും. അതായത് ഇങ്ങനെ പിന്നെ ലേക്ക് പോലെ ഇങ്ങനെ പണിതിട്ടിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു ട്രീ ഹൗസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല രസമാണ് ആ ഭാഗവും കാണാൻ. അതെല്ലാം കണ്ടിറങ്ങി നമ്മൾ മാനിനെയും ഒട്ടൊക്കെ പക്ഷി ആടിനെയൊക്കെ കണ്ടിറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ നാട്ടിലെ വയൽ പോലൊരു ചെറിയൊരു ഭാഗം അവർ താറാവ് കൃഷിയൊക്കെ നടത്തി ഇങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയാണ്. ഒരു വഴി നിറയെ കാറ്റാടി മരങ്ങൾ കൊണ്ട് സെറ്റ് ചെയ്ത് നല്ല വൃത്തിയിൽ ആർച്ച് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാനും നല്ല ഭംഗിയാണ്. പിന്നെ ഒരു വേ ഫുഡ് കോർട്ടും കാര്യങ്ങളും വാഷ്റൂം ഫെസിലിറ്റിയും എല്ലാം ഉണ്ട്. ഡീറ്റെയിൽ വീഡിയോ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ.